നമുക്കാണെങ്കിലും ഇപ്പോൾ പാർട്ട്ണർ ഇഷ്യൂസിലൊക്കെ ആണെങ്കിലും പുരുഷന്മാരോട് സംസാരിക്കാൻ ഭയങ്കര പാടാണ്. ഒന്നാമത്തെ കാര്യം ബൈ നേച്ചർ ക്ലോസ്ഡ് ആൻഡ് ഷട്ട് ഡൗൺ ആണ്. ഒരു ഇമോഷനെ കുറിച്ച് സംസാരിക്കാൻ ആണെങ്കിൽ അറിയത്തില്ല, ഈവൻ എനിക്കും അറിയത്തില്ല. നമ്മളിപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റ് കൂടുതൽ നടത്തുന്ന സ്ത്രീകളാണെങ്കിലും കംപ്ലീറ്റഡ് സൂയിസൈഡ് ഇപ്പോഴും പുരുഷന്മാർക്കാണ്. ഈ പുരുഷന്മാരോട് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവരുടെ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ നമുക്കൊരു ഇപ്പോഴത്തെ സമൂഹത്തിലൊരു വേദി പുരുഷന്മാർ ഇരുന്ന് തരൂ അല്ല അവരുത്തണ്ടേ നമ്മള് അല്ല ചോദിക്കാം അതും കൂടി അഡ്രസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ടോക്ക് ടു മെൻ. അത് നമുക്കാണെങ്കിലും ഇപ്പോൾ പാർട്ട്ണർ ഇഷ്യൂസിലൊക്കെ ആണെങ്കിലും പുരുഷന്മാരോട് സംസാരിക്കാൻ ഭയങ്കര പാടാണ്. ഒന്നാമത്തെ കാര്യം ബൈ നേച്ചർ ക്ലോസ്ഡ് ആൻഡ് ഷട്ട് ഡൗൺ ആണ്. ഒരു ഇമോഷനെ കുറിച്ച് സംസാരിക്കാൻ ആണെങ്കിൽ അറിയത്തില്ല, ഈവൻ എനിക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആണാണെന്നുള്ള കാര്യം മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഈ പറയുന്ന എല്ലാ കാര്യവും എനിക്ക് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ സ്ത്രീകൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവരൊന്ന് കരയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പെണ്ണല്ലേ, അവൾ കരഞ്ഞു എന്നുള്ളത് ഇറ്റ്സ് ഓക്കെയാണ്. പക്ഷേ പുരുഷനോട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അറിഞ്ഞൂടാ അവർക്ക്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല, വെർബലൈസ് ചെയ്യാനും അറിയില്ല, വെർബലൈസ് ചെയ്യാൻ അറിഞ്ഞൂടാ, കരയാൻ പറ്റത്തില്ല. ആൻഡ് അതിൻ്റെ സാഡ് അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് നമ്മളിപ്പോൾ സൂയിസൈഡിൻ്റെ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ ആൻഡ് ദിസ് ഇസ് വെരി സർപ്രൈസിങ്. നമ്മളിപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റ് കൂടുതൽ നടത്തുന്ന സ്ത്രീകളാണെങ്കിലും കംപ്ലീറ്റഡ് സൂയിസൈഡ് ഇപ്പോഴും പുരുഷന്മാർക്കാണ്. അത് ഓൾമോസ്റ്റ് 3 times കംപ്ലീറ്റഡ് സൂയിസൈഡ് പുരുഷന്മാർക്കാണ്. അതിനൊരു തമാശയും പറയും. ആലോചിച്ച് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളത് തന്നെ എത്ര പേര് അവരുടെ വിഷമത്തെ കുറിച്ച് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ നിങ്ങൾ എത്ര റിസപ്റ്റീവ് ആവും? അല്ലെങ്കിൽ പണ്ടത്തെ ഫീമെയിൽ കൂട്ടുകെട്ടുകൾക്കകത്തും ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. നമ്മൾ സംസാരിക്കാൻ നമ്മുടെ ഇമോഷൻസിനെ പറ്റി സംസാരിക്കാറുണ്ട്. പക്ഷെ പുരുഷന്മാർ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ദേ ഓൾവേസ് ടോക്ക് അബൌട്ട് ഇലോൺ മസ്ക്, സ്പോർട്സ്, ഇതൊക്കെയാണ് യൂഷ്വൽ ടോപ്പിക്. ദേ ഡോണ്ട് ടോക്ക് അബൌട്ട് ഇമോഷൻസ്. ഒരു ക്ലോസ്ഡ് രീതിയാണ്. കൾച്ചറലി നമുക്കതിനൊരു മാറ്റം വളരെ അത്യാവശ്യമല്ലേ എന്ന് ചോദിക്കാം. നമ്മൾ ഇപ്പോഴത്തെ റിലേഷൻ നമ്മളെപ്പോഴും പ്രോബ്ലത്തിൻ്റെ മുകളിലാണല്ലോ നമ്മൾ പരിഹാരം നേടുന്നത്. അപ്പം നമ്മളൊക്കെ ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് എടുക്കുന്നത് നമ്മുടെ ഒരു ആഫ്റ്റർ 30s ഒക്കെ ആയിരിക്കും. നമ്മുടെ റൂട്ട് അപ്പോഴാണ് നമ്മളിരുന്ന് അനലൈസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ റൂട്ട് കോസ് ഇന്നതൊക്കെയാണ്, നമ്മൾ ഇന്നതൊക്കെ നമ്മുടെ ലാക്ക് ഇതൊക്കെയാണ്, നമുക്ക് ഒരു ഇമോഷണൽ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ അപ്പോഴേ തിരിച്ചറിയുന്നത്. നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ നമ്മുടെ ഒരു കൾച്ചറൽ കൂട്ടായ്മകളിലോ ഒന്നും ഇത്ര മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ടുണ്ടാകുന്നതാണ് പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിലെ പല പ്രശ്നങ്ങളും. പിന്നെ ഇരുന്ന് റിയലൈസ് ചെയ്യുന്ന നമ്മുടെ പാറ്റേൺസ് ഇങ്ങനെയാണ്, നമ്മൾ ഇന്ന ആളുകളെയാണ് ചൂസ് ചെയ്യുന്നത്, ഒക്കെ അവർക്കൊക്കെ ഇങ്ങനത്തെ ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ റിലേഷൻഷിപ്പ് പിന്നെയും പ്രശ്നത്തിലാവണേ നമ്മൾ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും നമ്മുടെ ലിറ്ററേച്ചറിലും നമ്മുടെ സിനിമയിലൊക്കെ ഇത് കുറേയും കൂടി ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ എനിക്ക് ഹെൽപ്പ് വേണം, എന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കുമെന്ന് ഒരു കഥാപാത്രം ചോദിക്കുന്നത് എത്രയോ ലേറ്റ് ആയിട്ട്. അത് ചോദിക്കുമ്പോൾ ആ തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കുവാണ്. അതൊക്കെ ഒരു ഫണ്ണി സീനായിട്ടാണ് കാണുന്നവരാണ് കൂടുതൽ. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഗ്രാജുവലി മാറുമായിരിക്കും. ഓൺ സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങളിലും എല്ലാത്തിലും വായിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും എല്ലാം ഉള്ളിൽ ഒതുക്കി കുടുംബഭാരം, ജീവിതഭാരം ചുമലിലേറ്റി നിവർത്തുന്ന പുരുഷന്മാരെയാണ്. വിഷമം പുറത്ത് കാണിക്കാൻ പാടില്ല, മാത്രമല്ല സ്നേഹം പുറത്ത് കാണിക്കാൻ പാടില്ല. അത് ഗ്രാജുവലി ഇപ്പൊ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത് പ്രശ്നമാണ്.